ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൊക്കാബുലറിയുടെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു PSCയുടെ പാറ്റേൺ വെച്ചിട്ട് SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണെങ്കിലും അങ്ങനെ ഏത് അപ്കമിംഗ് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സെഷൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ വൊക്കാബുലറിയുടെ സീരീസിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ക്ലാസ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരിക കേട്ടോ. അപ്പൊ സമയം ഒട്ടും കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന കുറച്ച് ഫോറിൻ വേർഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ബിയോ ജസ്റ്റേ. ബിയോ ജസ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താ? ബിയോ ജസ്റ്റേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ നോബിൾ ആൻഡ് ജനറസ് ആക്ട് ആണ്. ഒരു ജസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നോബിൾ ആൻഡ് ജനറസ് ആക്ട് ആണ് കേട്ടോ. അതിനെയാണ് ബിയോ ജസ്റ്റേ എന്ന് പറയുന്നത്. ഇനി ഫാഷനബിൾ സൊസൈറ്റി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? ബിയോ മോണ്ടേ അല്ലെ? ബിയോ മോണ്ടേ. നമ്മുടെ ബ്ലൂ മുണ്ടായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. ബ്ലൂ മുണ്ടൊക്കെ ഇട്ടിട്ട് ഫാഷനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. നമ്മുടെ ഷാജി പാപ്പിനകത്ത് റെഡ് മുണ്ടിന് പകരം ബ്ലൂ മുണ്ടാണ് ഫാഷനബിൾ ആണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ബിയോ മോണ്ടേ എന്ന് പറഞ്ഞാൽ ഫാഷനബിൾ സൊസൈറ്റി, ബിയോ ജസ്റ്റേ എന്ന് പറഞ്ഞാൽ നോബിൾ ആൻഡ് ജനറസ് ആക്ട്. പഠിച്ചല്ലോ. അടുത്തത് എക്സ് പാർട്ടെ. എക്സ് പാർട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പാർട്ടെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലെ? അപ്പൊ ഇൻട്രസ്റ്റ് ഓഫ് വൺ സൈഡ് ഒള്ളി. ഓക്കെ, ഇൻട്രസ്റ്റ് ഓഫ് വൺ സൈഡ് ഒള്ളി, അതിനെയാണ് നമ്മൾ എക്സ് പാർട്ടി എന്ന് പറയാം കേട്ടോ. ഒരു പാർട്ടിലേക്ക് മാത്രമുള്ള ഒരു ഇൻട്രസ്റ്റ് ആണെന്നൊക്കെ ഓർത്തു വെക്കാം. ഇനി അടുത്തത് ലോക്കസ് സ്റ്റാൻഡി. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇന്റർഫിയർ. ഓക്കെ, ഇന്റർഫിയർ ചെയ്യാനുള്ള ഒരു റൈറ്റിനെയാണ്, ഒരു അവകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കസ് സ്റ്റാൻഡി. ലോക്കസ് സ്റ്റാൻഡി കേട്ടോ, ലോക്കസ് സ്റ്റാൻഡി. പിന്നെ ഫോഴ്സ് മെജർ. ഫോഴ്സ് മെജർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ പവർ ആണ്. ഫോഴ്സ് മെജർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ പവർ. ആ മേജർ മേജർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള, വളരെ കൂടിയിട്ടുള്ള. അപ്പൊ സുപ്പീരിയർ പവർ ആണ് ഫോഴ്സ് മേജർ. ഫോഴ്സ് മേജർ. കോമ്പസ് മെന്റസ് എന്ന് പറഞ്ഞാലോ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കോമ്പസ് മെന്റസ് എന്ന് പറഞ്ഞാൽ മെന്റസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ഇൻ ഫുൾ കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. നമ്മുടെ മൈൻഡിന് ഉള്ള ഫുൾ കൺട്രോളിനെയാണ് നമ്മൾ കോമ്പോസ് മെന്റസ് എന്ന് പറയാ. ഒരു കോമ്പസ് വെച്ചിട്ട്, നമ്മുടെ ഡയറക്ഷൻ ഒക്കെ നോക്കുന്ന കോമ്പസ് വെച്ചിട്ട് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തു എന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കോമ്പസ് മെന്റസ് എന്ന് പറഞ്ഞാൽ ഇൻ ഫുൾ കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം ഈ അഞ്ചെണ്ണം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? ബിയോ ജസ്റ്റേ എന്ന് പറഞ്ഞാൽ നോബിൾ ആൻഡ് ജനറസ് ആക്ട് ആണ്. ബിയോ മോണ്ടേ എന്ന് പറഞ്ഞാൽ ഫാഷനബിൾ അല്ലെ? ഫാഷനബിൾ സൊസൈറ്റി. പിന്നെ എക്സ് പാർട്ടെ എന്ന് പറഞ്ഞാലോ, ഒരു പാർട്ട് ആണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓഫ് വൺ സൈഡ് ഉള്ളി അല്ലെ? പിന്നെ ലോക്കസ് സ്റ്റാൻഡി റൈറ്റ് ടു ഇന്റർഫിയർ ആണ്. ഫോഴ്സ് മെജർ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ പവർ ആണ്. കോമ്പസ് മെന്റസ് എന്ന് പറഞ്ഞാൽ ഇൻ ഫുൾ കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. ഓക്കെ, സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വെർബട്ടൻ. വെർബട്ടന്റെ സിനണിമാണ് ചോദ്യം. ഇതേ മീനിങ് വരുന്ന വാക്ക് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, വെർബട്ടൻ എന്ന് പറഞ്ഞാല് ഫോർബിഡൻ ആണ് കേട്ടോ. ഫോർബിഡൻ. വെർബട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർബിഡൻ. അപ്പൊ വേറൊരു വാക്കുണ്ട് വെർബോസ് എന്ന് പറഞ്ഞിട്ട്. വെർബോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോക്കറ്റീവ് കേട്ടോ. വെർബോസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ്, ഒരുപാട് സംസാരിക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ് വെർബോസ്. അപ്പൊ തമ്മിൽ മാറിപ്പോരുത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന കുറെ വെർബുകളൊക്കെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ വെർബുകളൊക്കെ വരുമല്ലോ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് വെർബോട്ടൻ ആയിട്ട് മാറിപ്പോരുത് കേട്ടോ. വെർബോട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർബിഡൻ. ഫോർബിഡൻ. പിന്നെ വേറൊരു വാക്കുണ്ട് വെർബറ്റിം. വെർബറ്റിം ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. വെർബറ്റിം എന്ന് പറഞ്ഞാൽ വേർഡ് ഫോർ വേർഡ് ആണ്. വേർഡ് ഫോർ വേർഡ് ആണ് വെർബറ്റിം. ഇത് വെർബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന, വെർബോട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ. വെർബോട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ. ഓക്കെ, 10 ആൾക്കാരെ ഫോർബിഡൻ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ? ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരോധിക്കപ്പെട്ട അല്ലെ? ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. 10 ആൾക്കാരൊക്കെ നിരോധിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ വിലക്കപ്പെട്ടു എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. വെർബോ 10 എന്ന് പറഞ്ഞാലാണ് ഫോർബിഡൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ആന്റണിം ഓഫ് ഇൻട്രിക്കേറ്റ്. ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പൊ നമ്മളിങ്ങനെ ആന്റണിം ആയിട്ട് പ്രത്യേകം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. സിനണിം നോക്കുക. ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റ് എന്നുള്ളൊരു മീനിങ്. അത് നമുക്ക് പറയുമ്പോൾ തന്നെ കിട്ടും അല്ലെ? ഇൻട്രിക്കേറ്റ്, കോംപ്ലിക്കേറ്റ്. അപ്പൊ കോംപ്ലിക്കേറ്റ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താ? കുറച്ച് സിമ്പിൾ ആയിട്ട് അല്ലെ? അപ്പൊ സിമ്പിൾ ആണ് അതിന്റെ ആൻസർ കേട്ടോ. ആന്റണിം ഓഫ് ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ടുള്ള. ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ നമുക്ക് നോക്കാനുള്ള വേറെ കുറച്ച് വാക്കുകളുണ്ട്. ഇലിസിറ്റ്. ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ, വിരുദ്ധമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇലിസിറ്റ് കേട്ടോ. അപ്പൊ ഇതെന്താ ആൻസർ വരുന്നത്? ഇവിടുത്തെ ആൻസർ സിമ്പിൾ ആണ്. ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ടുള്ള. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആണ്. ഡിലിജന്റ്.
ഡിലിജന്റ് ഹാർഡ് വർക്കിംഗ്, അതേപോലെ തന്നെ അസിഡ്യൂസ്, ലബോറിയസ് എന്ന് പറയും. ഇതെല്ലാം ഹാർഡ് വർക്കിംഗ് ആണ്. ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ലെബോറിയസ് എന്ന് പറഞ്ഞാലും ഡിലിജന്റ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താ ഹാർഡ് വർക്കിംഗ് ആണ്. ഡെസ്റ്റിറ്റ്യൂട്ട് പുവർ ആണ്. പാവപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാ കേട്ടോ. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് പുവർ ആയിട്ടുള്ള. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ബൊഗസിന്റെ ആന്റോണിം ആണ് ചോദ്യം. നമുക്കിപ്പോ ഇതിന്റെ അർത്ഥം അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഫോൾസ് ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും ഏതാണ്ട് ഒരേ മീനിങ് വരുന്ന വാക്കുകളല്ലേ. അപ്പൊ ഇത് രണ്ടും ആവാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം അല്ലെ. അപ്പൊ ബൊഗസ് എന്ന് പറഞ്ഞാല് ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഫോൾസ് അല്ല എന്നുള്ള രീതിയിൽ വരുമ്പോ എന്താ ആൻസർ വരുന്നത്? റിയൽ ആണ് അല്ലെ, റിയൽ ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. അഡ്വേഴ്സറി ആണ്. അഡ്വേഴ്സറിയുടെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു എതിരാളി, ഒരു ശത്രു എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതിന്റെ ആന്റണിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്രണ്ട് എന്നുള്ള മീനിങ് അല്ലെ. നമ്മുടെ സുഹൃത്ത് എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വാക്കാണ് അല്ലി. ഓക്കെ, അല്ലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ, സുഹൃത്താണ്. അപ്പൊ എനിമി ആണെങ്കിലും ഫോ എന്ന് പറഞ്ഞാലും എന്താ? ഫോ എന്ന് പറഞ്ഞാലും എനിമി എന്നുള്ള മീനിങ് ആണ്. ഫോ എന്ന് പറഞ്ഞാല് എനിമി. ഫോ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചോളൂ. വോ എന്ന് പറഞ്ഞാല് സാഡ് ആണ് കേട്ടോ. വോ എന്ന് പറഞ്ഞാൽ എന്താ? വിഷമിച്ചിരിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫോ എന്ന് പറഞ്ഞാൽ എനിമി, വോ എന്ന് പറഞ്ഞാല് സാഡ്. അപ്പൊ അഡ്വേഴ്സറിയുടെ ആന്റണിം ആണ് ചോദ്യം. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാല് ശത്രുവാണ്. അപ്പൊ അതിന്റെ ആന്റണിം സുഹൃത്ത് എന്ന് പറയുമ്പോൾ എല്ലി. വേണമെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളായിരിക്കണം അല്ലെ. അപ്പൊ ഓൾ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ എടുക്കാം അല്ലെ. അപ്പൊ എല്ലി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രണ്ട്. അപ്പൊ നമുക്ക് ഈ അഞ്ചെണ്ണം ഒന്നും കൂടെ നോക്കാം. വെർബട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ, വെർബോസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ്, വേർഡ് ഫോർ വേർഡ് എന്ന് പറഞ്ഞാൽ വെർബറ്റിം, ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിക്കേറ്റ്. അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. പിന്നെ ബോഗസ് എന്ന് പറഞ്ഞാൽ ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ് ആണ് കേട്ടോ. പിന്നെ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ ഫോൾസ് അല്ലാത്ത, റിയൽ അല്ലെ. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. അപ്പൊ അതിന്റെ ആന്റണിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട്. അപ്പൊ അല്ലി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ഫ്രൂഗലിന്റെ ആന്റണിം. ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഞ്ചി ആയിട്ടുള്ള, പിശുക്കുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫ്രൂഗൽ. ഓക്കെ, അപ്പൊ അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പിശുക്കില്ലാത്ത, ലാവിഷ് ആയിട്ടുള്ള അല്ലെ. ലാവിഷ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സ്ട്രാ വേഗന്റ് എന്ന് പറയും അല്ലെ. എക്സ്ട്രാ വേഗന്റ്, എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ അടുത്തത് ലെബോറിയസ് എന്ന് പറഞ്ഞാൽ ലെബോറിയസിന്റെ ആന്റണിം ആണ് ചോദ്യം കേട്ടോ. ലെബോറിയസിന്റെ ആന്റണിം എന്താ? ലേസി ആണ് അല്ലെ. ലെബോറിയസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലെബോറിയസ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള, വളരെ ഡിലിജന്റ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ലാബിൽ നമ്മൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ ഡിലിജന്റ് ആയിരുന്നു, ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. അതിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും അല്ലാത്ത എന്നുള്ള രീതിയിൽ വരുന്നത് മടി പിടിച്ചിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ഒന്നും അല്ല, മടി പിടിച്ചിട്ടുള്ള, ലേസി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന ഇഡിയത്തിന്റെ മീനിങ്. ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ അതായത് വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെ. നമുക്ക് അറിയില്ലല്ലോ അതിനകത്ത് വെള്ളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ കനോട്ട് ബി ബിലീവ്ഡ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കനോട്ട് ബി ബിലീവ്ഡ് ആണ് കേട്ടോ. കനോട്ട് ബി ബിലീവ്ഡ്. അടുത്തത് മന്ത് ഓഫ് സൺഡേസ്. മന്ത് ഓഫ് സൺഡേസ് എന്ന് പറഞ്ഞാൽ ഫുൾ സൺഡേസ് ഉള്ള ഒരു മാസം അല്ലെ. എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ആണ്, കുറെ സമയം എടുക്കും. ഫുൾ സൺഡേസ് ഉള്ള ഒരു മാസം കിട്ടാനായിട്ട് കുറെ സമയം എടുക്കും എന്നൊക്കെ ഓർക്കാം. ലോങ് ടൈം. അപ്പൊ ഇതേപോലെ ലോങ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഇഡിയം ഉണ്ട് അല്ലെ. എന്തായിരുന്നു? ഡോങ്കീസ് ഇയേഴ്സ്. ഓക്കെ, ഡോങ്കീസ് ഇയേഴ്സ് ആണ്. ഡോങ്കിക്ക് ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാൻ കുറെ വർഷം എടുക്കും അല്ലെ. അപ്പൊ ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാലും ലോങ് ടൈം ആണ് കേട്ടോ. അടുത്ത് നോക്കാം. ഈറ്റ് സമ്മൺസ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ടു ഡിഫീറ്റ് സമ്മൺ ആണ്. ഈറ്റ് സമ്മൺസ് ലഞ്ച്, ഒരാളുടെ ലഞ്ച് എടുത്ത് കഴിച്ചിട്ട് അയാളെ തന്നെ തോപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ടു ഡിഫീറ്റ് സമ്മൺ, ഈറ്റ് സമ്മൺസ് ലഞ്ച്, ടു ഡിഫീറ്റ് സമ്മൺ. അപ്പോ ഒന്നുകൂടെ നോക്കാം. ആദ്യം മുതൽ വേഗം സ്പീഡിൽ നോക്കാം കേട്ടോ. ബിയോ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോബിൾ ആൻഡ് ജനറസ് ആക്ട്. എക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓഫ് വൺ സൈഡ് ഓൺലി. ലോക്കസ് സ്റ്റാൻഡി റൈറ്റ് ടു ഇന്റർഫിയർ. ഫോഴ്സ് മേജർ സുപ്പീരിയർ പവർ. കോമ്പസ് മെന്റസ് ഇൻ ഫുൾ കൺട്രോൾ ഓഫ് വൺസ് മൈൻഡ്. വെർബോട്ടൻ എന്താ? ഫോർബിഡൻ അല്ലെ, നിരോധിക്കപ്പെട്ട. വെർബോസ് ടോക്കറ്റീവ് ആയിട്ടുള്ള, വേർഡ് ഫോർ വേർഡ് വെർബറ്റിം. ഇൻട്രിഗേറ്റിന്റെ ആന്റണിം സിമ്പിൾ ആണ്. ബോഗസിന്റെ ആന്റണിം എന്താ? റിയൽ ആയിട്ടുള്ള. അഡ്വേഴ്സറിയുടെ ആന്റണിം എന്താ? അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. അപ്പൊ
ശത്രു അല്ലാത്ത ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും ഫ്രണ്ട് അല്ലേ? അപ്പൊ ഓൾ അല്ലെങ്കിൽ എല്ലി. ഓക്കെ, സ്പെല്ലിംഗ് നോക്കുക കേട്ടോ. ഫ്രൂഗലിന്റെ ആന്റണിയം ആണ് ലാവിഷ് അല്ലെങ്കിൽ എക്സ്ട്രാ വേഗന്റ്. ലെബോറിയസിന്റെ ആന്റണിയം എന്താ? ലേസി ആണ് അല്ലേ? പിന്നെ ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ കനോട്ട് ബി ബിലീവ്ഡ്. മന്ത് ഓഫ് സൺഡേസ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ആണ്. ഡോങ്കീസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാലും ലോങ് ടൈം ആണ്. ഈറ്റ് സമ്മൺസ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ടു ഡിഫീറ്റ് സമ്മൺ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആയിരുന്നു. വൊക്കാബുലറിയുടെ കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്യുക. PDF നോട്ട്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള ശ്രുതിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് എനർജി, ഒരുപാട് പോസിറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ.